എല്ലാവർക്കും നമസ്കാരം. കാലാവസ്ഥ മാറുമ്പോൾ തന്നെ നെഞ്ചിൽ കഫം കെട്ടൽ, രാത്രിയിൽ കിടന്നാൽ ചുമ, നെഞ്ച് ഞെരുക്കം, അതോടൊപ്പം തന്നെ ശരീരവേദനയും നടുവേദനയും, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഒരുമിച്ച് വരുന്നവർ ധാരാളമുണ്ട്. ഇത്തരം ശ്വാസകോശ സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കും വാത-കഫ പ്രശ്നങ്ങൾക്കും ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തോടെ പറയുന്ന ഒരു പരമ്പരാഗത ലേഹ്യമാണ് ദശമൂല രസായനം. ശ്വാസകോശ നാളികളിലെ തടസ്സങ്ങൾ കുറയ്ക്കാനും കഫം അലിയിച്ച് പുറത്തു കളയാനും ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകാനും ഇത് സഹായിക്കും. ഇത് ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു, കഴിക്കേണ്ട ശരിയായ അളവ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയെല്ലാം നോക്കാം. ആയുർവേദത്തിലെ രസായനത്തിൽ പെടുന്ന അതീവ വിശിഷ്ടമായ ഒരു ലേഹ്യമാണ് ദശമൂല രസായനം. ദശമൂല രസായനത്തിൽ പ്രധാനമായി ഉപയോഗിക്കുന്നത് ദശമൂലങ്ങളാണ്. ദശമൂലങ്ങൾ കഷായം വെച്ച് അതിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി, കറുവപ്പട്ട, ശർക്കരയും മറ്റ് ചേരുവകളും ചേർത്ത് കൃത്യമായ അളവിൽ പാകം ചെയ്ത് കുറുക്കിയെടുത്താണ് ദശമൂല രസായനം തയ്യാറാക്കുന്നത്. ഇത് പ്രധാനമായും ശരീരത്തിലെ കഫവാത ദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും. ദശമൂല രസായനത്തിലെ തിപ്പലിയും ദശമൂലങ്ങളും ശ്വസനനാളിയിലെ നീർക്കെട്ട് കുറയ്ക്കാനും കട്ട പിടിച്ച കഫം അലിയിച്ച് പുറത്തു കളയാനും സഹായിക്കും. കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക, ശ്വാസം മുട്ടലും ചുമയും കുറയ്ക്കുക, വാദവേദനകൾക്ക് ആശ്വാസം നൽകുക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇതിലടങ്ങിയിരിക്കുന്ന ഔഷധ ഘടകങ്ങൾ ശ്വാസകോശത്തിലെ കോശങ്ങളെ സംരക്ഷിക്കാനും ശരീരത്തിലെ സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. ശ്വസനനാളി പേശികൾ വലിഞ്ഞു മുറുകുന്ന അവസ്ഥയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, നെഞ്ച് ഞെരുക്കം എന്നിവ ഉണ്ടാകാറുണ്ട്. ഇത്തരം അവസ്ഥകളിൽ ശ്വാസകോശ നാളിക്ക് അയവ് നൽകാനും വായു സഞ്ചാരം മെച്ചപ്പെടുത്താനും ദശമൂല രസായനം സഹായിക്കും. നെഞ്ചിലും ശ്വാസകോശ നാളികളിലും കഠിനമായി കട്ട പിടിച്ചിരിക്കുന്ന കഫം ഇളക്കി പുറത്തു കളയാൻ ഇത് സഹായിക്കും. അതുകൊണ്ട് കഫത്തോടു കൂടിയുള്ള ചുമ, നെഞ്ചിലെ ഭാരം, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കാം. രാത്രി കാലങ്ങളിൽ ഉണ്ടാകുന്ന കടുത്ത ചുമ, അലർജി മൂലമുണ്ടാകുന്ന ബ്രോങ്കൈറ്റിസ്, തൊണ്ടയിലെ അസ്വസ്ഥത എന്നിവയ്ക്ക് ഇത് ആശ്വാസം നൽകും. ദശമൂലങ്ങളുടെ സാന്നിധ്യമുള്ളതിനാൽ ശരീരത്തിലെ കടുത്ത നടുവേദന, നെഞ്ചിന്റെ ഇരുവശങ്ങളിലും വരുന്ന വേദന, വിട്ടുമാറാത്ത ശരീരവേദന എന്നിവയ്ക്ക് ഇത് സഹായകരമാണ്. വിട്ടുമാറാത്ത തുമ്മൽ, ജലദോഷം, ആവർത്തിച്ചു വരുന്ന അണുബാധകൾ എന്നിവയിൽ നിന്ന് ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ ഇത് സഹായിക്കും. ഇതിൽ ത്രികടു അടങ്ങിയിട്ടുള്ളതിനാൽ മന്ദഗതിയിലായ ദഹനത്തെ ഉത്തേജിപ്പിക്കാനും ഗ്യാസ് ട്രബിൾ, വിശപ്പില്ലായ്മ എന്നിവ കുറയ്ക്കാനും നല്ലതാണ്. ഇത് സാധാരണ ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ രാവിലെയും വൈകുന്നേരവും ഭക്ഷണത്തിന് മുൻപ് കഴിക്കുന്നതാണ് സാധാരണ രീതി. ഇത് കഴിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാം. ഇത് ചെറു ചൂടുള്ള പശുവിൻ പാലിനൊപ്പവും കഴിക്കാവുന്നതാണ്. ദശമൂല രസായനത്തിൽ ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ അടങ്ങിയിരിക്കും. അതുകൊണ്ട് കടുത്ത പ്രമേഹമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക. ഇതിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ മലശോധന നൽകുന്നവയാണ്. അതുകൊണ്ട് വയറിളക്കമുള്ളപ്പോൾ ഇത് കഴിക്കുന്നത് ഒഴിവാക്കണം. ഇത് ദഹിക്കാൻ അല്പം സമയമെടുക്കുന്ന ലേഹ്യമായതിനാൽ രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ടു മുൻപ് കഴിക്കാതെ അത്താഴത്തിന് അരമണിക്കൂർ മുൻപ് കഴിക്കുന്നതാണ് നല്ലത്. ആസ്മ, കടുത്ത ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന, പനി, കൂടിയ കഫക്കെട്ട് എന്നിവയുണ്ടെങ്കിൽ സ്വയം ചികിത്സ ഒഴിവാക്കണം.